നമ്മൾ റോൾ ഓഫ് ജുഡീഷ്യറിയിലെ 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിലെ ഒരു ഘടകമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ജുഡീഷ്യൽ ഇപ്പൊ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി അത് തള്ളിക്കളയാൻ നമ്മളെ ജുഡീഷ്യറിക്ക് അവകാശമുണ്ട്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് നമ്മുടെ ജുഡീഷ്യറി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരം നിയമങ്ങളാണ് നമ്മളുടെ ഗവൺമെന്റ് ഇറക്കുന്നതെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യാനും അതിനെ തള്ളിക്കളയാനും നമ്മളുടെ കോർട്ടിന് അല്ലെങ്കിൽ നമ്മളുടെ ജുഡീഷ്യറിക്ക് അവകാശമുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഒരു സ്ഥലത്ത് ഒരു വലിയൊരു ഒരു പ്രൊജക്റ്റ് വരുന്നു എന്ന് കൂട്ടിക്കും. ആ പ്രൊജക്റ്റ് വരുന്ന ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് കൂട്ടിക്കും. അപ്പോൾ ആൾക്കാർ ഇതിന് അതായത് സർക്കാരിന്റെ ആ ഒരു അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്ന സർക്കാരിന്റെ ആ ഒരു നയത്തിനെതിരെ ഈ ആൾക്കാർ ചെന്ന് കോടതിയെ സമീപിച്ചെന്ന് വിചാരിച്ചു. അപ്പൊ കോടതിക്ക് റിവ്യൂ ചെയ്യാം. അതായത് ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ മൊത്തത്തിൽ റിവ്യൂ ചെയ്തിട്ട് ഇത് പാസ്സാക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കളയാനുള്ള ഒരു അല്ലെങ്കിൽ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ തള്ളിക്കളയാനോ ഉള്ള ഒരു അവകാശം നമ്മളുടെ ജുഡീഷ്യറിക്കുണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.